നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ. പ്രധാന വാർത്തകൾ. പഴയ കിറ്റ് വിതരണം ചെയ്ത സംഭവം ഗുരുതര പ്രശ്നം. മേപ്പാടി പഞ്ചായത്തിനെ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി. ട്രോളി വിവാദത്തിൽ നിലപാട് വ്യക്തമാക്കി MV ഗോവിന്ദൻ. മുണ്ടക്കൈ ചൂരൽമലയിലെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ദൂർത്തിൽ കളക്ടറോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. കെ രാജൻ. ദുരന്തബാധിതർക്ക് പഴകിയ അരി വിതരണം ചെയ്ത സംഭവത്തിൽ കർശന നടപടി ഉണ്ടാകണമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. PP ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചതിനെതിരെ ADM നവീൻ ബാബുവിൻ്റെ കുടുംബം. BJP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് K സുരേന്ദ്രനെ നീക്കും. വാർത്തകൾ വിശദമായി. പഴയ കിറ്റ് വിതരണം ചെയ്ത സംഭവം ഗുരുതര പ്രശ്നം. മേപ്പാടി പഞ്ചായത്തിനെ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് പഴയ കിറ്റ് വിതരണം ചെയ്തെന്ന വാർത്തയിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇപ്പോഴത്തെ സംഭവം ആശ്ചര്യകരമെന്നും വിശദമായ പരിശോധനയ്ക്ക് വിജിലൻസിനെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പാവപ്പെട്ടവരെ സഹായിക്കലാണോ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് വരുത്തി തീർത്ത് അതിന്റെ മേന്മ നേടുന്നതിനാണോ എന്നാണ് മേപ്പാടി പഞ്ചായത്തിനെ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ ചോദ്യം. ഒട്ടേറെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന നാടാണ് കേരളം. ഒരു ദുരന്തം വരുമ്പോൾ ദുരന്തത്തിന് മറ്റൊന്നും തടസ്സമായി നിന്നുകൂടാ. ആ ഒരു വികാരത്തോടെയാണ്, ഐക്യബോധത്തോടെയാണ് നാടും ജനങ്ങളും പ്രതികരിച്ചത്. മുണ്ടക്കൈ ദുരന്തം വന്നപ്പോൾ എല്ലാവരും ഒന്നിച്ചു നിന്നു. അവരെ സഹായിക്കാൻ ഉദാരമതികൾ രംഗത്ത് വന്നു. അന്ന് സർക്കാർ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. വസ്ത്രങ്ങൾ അയക്കുമ്പോൾ ഉപയോഗിച്ച പഴയ വസ്ത്രങ്ങൾ ആരും അയക്കേണ്ടതില്ല എന്ന് അന്ന് പറഞ്ഞു. അത് ആ മനുഷ്യരോടുള്ള കരുതലിൻ്റെ പുറത്താണ് പറഞ്ഞത്. നാം ഉപേക്ഷിച്ച വസ്ത്രം ധരിക്കേണ്ടവരല്ല അവർ. അവർക്ക് മാന്യമായ വസ്ത്രധാരണത്തിനുള്ള അവസ്ഥയുണ്ടാകണം. ഉപയോഗിച്ച വസ്ത്രങ്ങൾ അയക്കരുതെന്ന് പറഞ്ഞത് അതുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. സഹായം നൽകുന്നതിനുള്ള എല്ലാ സഹായങ്ങളും സർക്കാർ ഒരുക്കി. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും എത്തിയ സഹായങ്ങൾ വില കുറച്ച് കാണേണ്ടതില്ല. ഇപ്പോൾ ഉണ്ടായ സംഭവം ആശ്ചര്യകരമായതാണ്. ഒരു പഴയതും കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കേണ്ട പ്രാദേശിക സർക്കാരാണ് പഴയ വസ്ത്രങ്ങൾ വിതരണം ചെയ്തു എന്ന് കരുതുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത് അന്വേഷിക്കണം. നിയമപരമായി നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം? എങ്ങനെ ഈ പഴയ സാധനങ്ങളെത്തി? അതെല്ലാം പരിശോധനയിലൂടെ കണ്ടെത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ ഘട്ടത്തിൽ ഒന്നും പറയുന്നില്ല. വിശദമായ പരിശോധന നടത്താൻ വിജിലൻസിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പരിശോധന പൂർത്തിയാകട്ടെ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതുവരെയും വയനാട് ദുരന്തത്തിന് സഹായം ലഭ്യമായിട്ടില്ല. പ്രധാനമന്ത്രി വയനാട് എത്തിയപ്പോൾ നേരിട്ട് നിവേദനം നൽകി. ഡൽഹിയിൽ പോയി നിവേദനം നൽകി. മന്ത്രിസഭ ഓർമ്മിപ്പിച്ചു. നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി. പക്ഷേ സഹായം മാത്രം ലഭ്യമായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ട്രോളി വിവാദത്തിൽ നിലപാട് വ്യക്തമാക്കി MV ഗോവിന്ദൻ. ട്രോളി ബാഗ് വിഷയം ഉപേക്ഷിക്കേണ്ട വിഷയമല്ലെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ശരിയായി അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നീല ബാഗും ചുവന്ന ബാഗുമെല്ലാം കുഴൽപ്പണ വിഷയവുമായി ബന്ധപ്പെട്ടതാണെന്നും അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പെട്ടി വിഷയം അടഞ്ഞ അധ്യായമേ അല്ലെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. അത് മണ്ഡലത്തിലെ പ്രധാന വിഷയമാണ്. ചർച്ച ചെയ്യണം. അതുൾപ്പെടെ ജനകീയ വിഷയങ്ങളും ചർച്ച ചെയ്യണം. പാർട്ടിയിൽ അഭിപ്രായ ഭിന്നതയില്ലെന്നും ഒറ്റ അഭിപ്രായമേ ഉള്ളൂവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. താൻ ഈ പറഞ്ഞതാണ് പാർട്ടി അഭിപ്രായമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പാണ് എല്ലാവരുടെയും ഫോക്കസ്. ഇഞ്ചോടിഞ്ച് മത്സരം എന്ന മാധ്യമ ഭാഷ ശരിയാകുന്നു. ഇത് ഇടതുമുന്നണിക്ക് ആവേശകരമാണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. E ശ്രീധരൻ പിടിച്ച വോട്ട് BJPക്കും ഷാഫി പറമ്പിൽ പിടിച്ച വോട്ട് രാഹുലിനും കിട്ടാൻ പോകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമലയിലെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ദൂർത്തിൽ കളക്ടറോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. K രാജൻ. മുണ്ടക്കൈ ചൂരൽമലയിലെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ദൂർത്തിൽ കളക്ടറോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി K രാജൻ. താമസം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി ₹1 പോലും ഇതുവരെ ആർക്കും അനുവദിച്ചിട്ടില്ല. റിപ്പോർട്ട് ലഭ്യമായ ശേഷം തുടർ നടപടികൾ എടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. താമസവും മറ്റും കാര്യങ്ങൾക്കുമായി ₹1 പോലും ഇതുവരെ ആർക്കും അനുവദിച്ചിട്ടില്ലെന്ന് മന്ത്രി പറഞ്ഞു. ബില്ല് സമർപ്പിച്ചതുകൊണ്ട് ആർക്കും പണം കിട്ടണമെന്നില്ല. നിയമം അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകൂവെന്നും മന്ത്രി വ്യക്തമാക്കി. ആർഭാടമായ ഒന്നും അനുവദിക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ദൂർത്തിന്റെ ബില്ലുകൾ പുറത്തു വന്നിരുന്നു. റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥൻ താമസിച്ചത് പ്രതിദിനം ₹4000 വാടകയുള്ള ഹോട്ടലിൽ. 48 ദിവസത്തെ താമസത്തിന് ₹1,92,000 ബില്ല്.
ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ഈ തുക അനുവദിക്കാൻ കളക്ടർക്ക് ബില്ല് സമർപ്പിച്ചിരുന്നു. വയനാട് മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ വിതരണം ചെയ്ത അരിയുടെ ഗുണനിലവാരം സംബന്ധിച്ച വിവാദത്തിൽ സർക്കാരിന് ഒന്നും പേടിക്കാനില്ലെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. പുതിയ ആക്ഷേപം സത്യവിരുദ്ധമാണ്. 2 മാസം മുമ്പ് സന്നദ്ധ സംഘടനകൾ വിതരണം ചെയ്ത വസ്തുക്കൾ അവിടെയുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. മേപ്പാടി പഞ്ചായത്തിനടക്കം 7 പഞ്ചായത്തുകളിൽ അരി വിതരണം ചെയ്തത്. മറ്റു 6 പഞ്ചായത്തുകളിലും പ്രശ്നങ്ങളില്ല. സർക്കാരിന് ഒന്നും പേടിക്കാനില്ലാത്തത് കൊണ്ടാണ് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. വയനാട്ടിൽ ഭക്ഷ്യക്കിറ്റിനായി റവന്യൂ വകുപ്പ് കൊടുത്തുവിട്ട അരിച്ചാക്കുകൾ പകുതിയും ഉപയോഗശൂന്യമാണെന്ന് കണ്ടെത്തിയിരുന്നു. 1-ാം തീയതി കൊണ്ടുവന്ന അരിച്ചാക്കുകളാണ് ഉപയോഗശൂന്യമാണെന്ന് കണ്ടെത്തിയത്. മിക്ക അരിച്ചാക്കുകളും കാലാവധി കഴിഞ്ഞതെന്നായിരുന്നു കണ്ടെത്തൽ. ദുരന്തബാധിതർക്ക് പഴകിയ അരി വിതരണം ചെയ്ത സംഭവത്തിൽ കർശന നടപടിയുണ്ടാകണമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് പഴകിയ അരി വിതരണം ചെയ്ത സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. ആരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച ഉണ്ടായതെന്ന് ഉടൻ കണ്ടെത്തും. വയനാട്ടിലെ ജനങ്ങളുടെ ആത്മാഭിമാനത്തിനും ആരോഗ്യത്തിനുമാണ് പ്രശ്നം ഉണ്ടാക്കരുതെന്ന് മന്ത്രി പ്രതികരിച്ചു. സർക്കാർ അന്വേഷണം ആരംഭിച്ചുവെന്നും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുമെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ദുരിതബാധിതർക്ക് പഴകിയ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്ത സംഭവത്തിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ADM-നോട് വിശദീകരണം തേടിയിരുന്നു. ഓണത്തിന് മുമ്പ് കൈമാറിയ ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്യാതെ ഭക്ഷ്യയോഗ്യമല്ലാതായി മാറാനുള്ള കാരണം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഭക്ഷ്യ കമ്മീഷൻ നിർദ്ദേശം നൽകി. കൃത്യമായ പരിശോധന കൂടാതെ അലക്ഷ്യമായി ഇത്തരത്തിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തതിൽ വിശദീകരണം നൽകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും BJP-യും പണം കൊണ്ട് വോട്ട് പിടിക്കുന്നുവെന്ന് മന്ത്രി വിമർശിച്ചു. പണാധിപത്യം കേരള ജനത സ്വീകരിക്കില്ല. പാലക്കാടും വയനാടും പണം കൊടുത്ത് വോട്ട് വാങ്ങാൻ ശ്രമം നടത്തുന്നുവെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. ജനാധിപത്യം പറയുകയും പണാധിപത്യം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇരട്ടത്താപ്പാണ് കോൺഗ്രസും BJP-യും കാണിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് സമീപിക്കാൻ കഴിയുന്ന ആളാണ് ജനപ്രതിനിധിയാകേണ്ടതെന്നും അത് വയനാട്ടുകാർ തിരിച്ചറിയുമെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു. PP ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചതിനെതിരെ ADM നവീൻ ബാബുവിന്റെ കുടുംബം. കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചതിനെതിരെ ADM നവീൻ ബാബുവിന്റെ കുടുംബം. ദിവ്യയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിക്കും. SIT അന്വേഷണം കാര്യക്ഷമം അല്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടും. വിധി പ്രതീക്ഷിച്ചിരുന്നതല്ലെന്നും ജാമ്യം ലഭിക്കുമെന്ന് കരുതിയിരുന്നില്ലെന്നും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പ്രതികരിച്ചിരുന്നു. ജാമ്യാപേക്ഷയിലെ വാദത്തിൽ ഭാര്യയുടെ മൊഴിയെടുത്തില്ല എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് കുടുംബത്തിന്റെ മൊഴിയെടുക്കാൻ തീരുമാനിച്ചിരുന്നു. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ മൊഴി 2 ദിവസത്തിനകം പത്തനംതിട്ടയിലെത്തി രേഖപ്പെടുത്തും. നിയമപോരാട്ടം തുടരുമെന്ന് ഭാര്യ മഞ്ജുഷ വ്യക്തമാക്കിയിരുന്നു. നവീൻ ബാബുവിന്റെ മരണത്തിൽ തനിക്ക് അങ്ങേയറ്റം ദുഃഖമുണ്ടെന്നും കേസിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കുമെന്നും ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം PP ദിവ്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. നവീന്റെ മരണത്തിന് ശേഷം ആദ്യമായാണ് ദിവ്യ വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സ്ത്രീയെന്ന പരിഗണന പ്രതിക്ക് നൽകുന്നതായി വ്യക്തമാക്കിയാണ് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ചത്. പ്രതിക്ക് സ്വാഭാവിക മനുഷ്യാവകാശം നൽകാമെന്ന് ഉത്തരവിൽ കോടതി വ്യക്തമാക്കുന്നു. ദിവ്യയുടെ ആരോഗ്യസ്ഥിതിയും പരിഗണിക്കുന്നതായി കോടതി ജാമ്യ ഉത്തരവിൽ പറയുന്നു. ജയിലിനല്ല ജാമ്യത്തിനാണ് ആദ്യ പരിഗണന. പിതാവിൻ്റെ രോഗാവസ്ഥയും പരിഗണിക്കുന്നതായി കോടതി. പ്രതിക്കെതിരായ പൊതുവികാരം ജാമ്യം തടയുന്നതിന് മതിയായ കാരണമല്ലെന്ന് കോടതി വ്യക്തമാക്കിയാണ് ജാമ്യം നൽകാനുള്ള തീരുമാനത്തിലേക്ക് കോടതി എത്തിയത്. എന്നാൽ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയോ ഇല്ലയോ എന്ന കാര്യം ജാമ്യാപേക്ഷയിൽ പരിഗണിക്കില്ലെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. ഒരിടവേള. എങ്ങനെയുണ്ട് പുതിയ സ്ഥലം? തൃശ്ശൂര് പൊള്ളിയല്ലേ ഗടി. അമ്മി മോനെ ഹാപ്പി അല്ലേ? പിന്നെ ഹായ്. What a surprise. Hello. കൊള്ളാലോ. അല്ലെങ്കിലും നിന്റെ തീരുമാനങ്ങളൊന്നും ശരിയായിരുന്നില്ലേ? തൃശ്ശൂർക്ക് സ്ഥലം മാറി വന്നപ്പോ ഇവൾക്കൊരു 100 കണ്ടീഷൻസ് ആയിരുന്നല്ലോ. സിറ്റിയുടെ നടുക്ക് തന്നെ ഒരു ലക്ഷറി ഫ്ലാറ്റ് വേണം, അതും നല്ല ലൊക്കേഷൻ, നല്ല ഇന്റീരിയർ, പിന്നെ സ്വിമ്മിംഗ് പൂള്, ജിമ്മ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി വിശ്വസിക്കാവുന്ന നല്ല സ്ട്രോങ് ബിൽഡറും. ഇതെല്ലാം ചേർന്ന ഒറ്റ ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഓറെക്സ് ബിൽഡേഴ്സ്. Orex, the builders of trustworthy home spaces. Orex Builders Private Limited, adorning lives. വാർത്തകൾ തുടരുന്നു. BJP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് K. സുരേന്ദ്രനെ നീക്കും. BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കും.
അടുത്ത മാസം ആരംഭിക്കുന്ന സംഘടനാ തിരഞ്ഞെടുപ്പിൽ മാറ്റമുണ്ടായേക്കും. ദേശീയ തലത്തിലും മാറ്റങ്ങളുണ്ടാകും. RSS ദേശീയ തലത്തിൽ തന്നെ സ്വീകരിക്കുന്ന സമീപനത്തിന്റെ ഭാഗമായാണ് സമ്പൂർണ്ണ മാറ്റം. 3 തവണ തുടർച്ചയായി ഭരണത്തിലെത്തിയതോടെ പല സ്ഥലങ്ങളിലും സംഘടനാ സംവിധാനം ദുർബലമായതായി RSS വിലയിരുത്തുന്നു. പടലപ്പിണക്കമില്ലാതെ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവരെയും തിരഞ്ഞെടുക്കുക എന്നതാണ് RSSന്റെ ലക്ഷ്യം. ഡിസംബർ, ജനുവരി മാസങ്ങളിൽ പുതിയ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുമെന്നാണ് സൂചന. കേരളത്തിൽ ഒരു MLA പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ സംഘടനയെ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. കെ. സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ BJP കേരളത്തിൽ പച്ചപിടിക്കില്ല. മതാടിസ്ഥാനത്തിനുള്ള സംവരണം BJP ഉള്ളിടത്തോളം കാലം അനുവദിക്കില്ലെന്ന് അമിത്ഷാ. രാജ്യത്ത് മതം അടിസ്ഥാനമാക്കിയുള്ള സംവരണം BJP ഉള്ള കാലത്തോളം അനുവദിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിന്നാക്ക ദളിത് വിഭാഗക്കാരുടെ സംവരണം കുറച്ച് മുസ്ലിങ്ങൾക്ക് നൽകാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാക്കൾ മുസ്ലിങ്ങൾക്ക് 10% സംവരണം നൽകാൻ സഹായിക്കുമെന്ന് പറയുന്നു. എന്നാൽ ഭരണഘടനയിൽ മതാടിസ്ഥാനത്തിൽ സംവരണം നൽകാൻ വ്യവസ്ഥയില്ല. മുസ്ലിങ്ങൾക്ക് 10% സംവരണം നൽകിയാൽ പിന്നാക്ക വിഭാഗക്കാരുടെ സംവരണം കുറയും. ഇത് BJP ഉള്ളിടത്തോളം കാലം അനുവദിക്കില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. പ്രൊഡ്യൂസേഴ്സ് സംഘടനയിൽ നിന്ന് പുറത്താക്കിയ സാന്ദ്ര തോമസ് കോടതിയെ സമീപിച്ചു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് പുറത്താക്കിയ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് സാന്ദ്ര തോമസ് കോടതിയെ സമീപിച്ചു. പുറത്താക്കിയ നടപടി നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി എറണാകുളം സബ് കോടതിയെയാണ് സമീപിച്ചത്. അച്ചടക്കം ലംഘിച്ചു എന്ന കാരണം കാണിച്ച് സാന്ദ്രയെ കഴിഞ്ഞ ദിവസമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് പുറത്താക്കിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ സമ്മർദ്ദത്തിലാക്കുന്ന പ്രതികരണങ്ങൾ സാന്ദ്രയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഇതിനു പുറമെ അസോസിയേഷനിലെ അംഗങ്ങളായ ആൻഡോ ജോസഫ്, B. രാഗേഷ്, സന്ദീപ് മേനോൻ, ലിസ്റ്റിൻ, സിയാദ് അടക്കമുള്ളവർക്കെതിരെ സാന്ദ്ര തോമസ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഒരു സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതിനിടെ തനിക്കെതിരെ ലൈംഗിക അധിക്ഷേപകരമായ പരാമർശങ്ങൾ ഉണ്ടായി എന്നായിരുന്നു പരാതി. പരാതിയുമായി വരുന്നവരെ നിശബ്ദരാക്കുകയെന്ന ഉദ്ദേശത്തിലാണ് തന്നെപ്പോലെ ഒരാളെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയതെന്ന് സാന്ദ്ര പ്രതികരിച്ചിരുന്നു. അതേസമയം നിലവിലെ വിവാദത്തിൽ പ്രതികരിക്കേണ്ടതില്ല എന്നാണ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. ഇപ്പോഴുള്ള തഹസിൽദാർ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റണമെന്ന അഭ്യർത്ഥന നൽകി നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ. ഇപ്പോഴുള്ള തഹസിൽദാർ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റണമെന്ന അഭ്യർത്ഥന നൽകി നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ. റവന്യൂ വകുപ്പിനാണ് മഞ്ജുഷ അപേക്ഷ നൽകിയത്. നിലവിൽ കോന്നി തഹസിൽദാറായ തനിക്ക് തത്തുല്യമായ മറ്റ് തസ്തിക അനുവദിക്കണമെന്നാണ് അപേക്ഷ. അതേസമയം PP ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ അഭിഭാഷകരുമായി കൂടിയാലോചിച്ച നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ തീരുമാനം. PP ദിവ്യയ്ക്ക് ജാമ്യം ലഭിക്കില്ല എന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പ്രതികരിച്ചിരുന്നു. നീതി ലഭിക്കുന്നതിന് വേണ്ടി വന്നാൽ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയും വരെയും സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. വിഷയത്തിൽ കൂടുതൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ തയ്യാറെടുക്കുന്നതായി പ്രതിഭാഗം അഭിഭാഷകൻ വ്യക്തമാക്കിയിരുന്നു. യാത്രയപ്പ് ചടങ്ങിലെ PP ദിവ്യയുടെ പ്രസംഗം നവീൻ ബാബുവിന്റെ ആത്മഹത്യക്ക് കാരണമായി എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള തെളിവുകൾ ഹാജരാക്കാനായിരിക്കും മഞ്ജുഷയുടെ അഭിഭാഷകർ ശ്രമിക്കുക. ഒപ്പം കണ്ണൂർ കളക്ടറുടെ മൊഴി കളവാണെന്ന് തെളിയിക്കാനും മഞ്ജുഷയുടെ അഭിഭാഷകൻ ശ്രമിക്കും. യാത്രയപ്പ് ചടങ്ങിന് ശേഷം നവീൻ ബാബു കളക്ടറെ കണ്ട് സംസാരിച്ചത് ആ ചടങ്ങിൽ സംഭവിച്ച കാര്യവുമായി ബന്ധപ്പെട്ടായിരിക്കുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ വ്യക്തമാക്കിയിരുന്നു. തനിക്ക് തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു പറഞ്ഞതായുള്ള കളക്ടറുടെ മൊഴിയുള്ള പൂർണ്ണമായ തെളിവ് കോടതിയിൽ ഹാജരാക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞിരുന്നില്ല. ഒരിടവേള. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അവർ കടന്നു വന്ന വഴികൾ പലതരത്തിലുള്ള കഠിനാധ്വാനത്തിലൂടെയാകാം. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാ ഉള്ളിടത്തിലേക്ക് എത്തിയവർക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ടാവാം. പൂർവികർ വെട്ടിത്തെളിച്ച വഴിയിലൂടെ സഞ്ചരിച്ചവരാകാം. സ്വയം ജീവിതം കൈപ്പിടിപ്പിച്ചവരാകാം. അത്തരത്തിൽ ജീവിതം കെട്ടിപ്പടുത്തവർ മനസ്സ് തുറക്കുന്ന പിന്നിട്ട വഴികൾ ഇനി മുതൽ സ്ത്രീപുരുഷ ഭേദമന്യേ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും പിന്നിട്ട വഴികൾ തുറന്നു പറയാം. ഞങ്ങളുടെ ക്യാമറകൾ അത് പകർത്തി പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കും. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. വാർത്തകൾ തുടരുന്നു. സന്ദീപ് വാര്യരെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാൻ CPIയും CPMഉം. BJP നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന സന്ദീപ് വാര്യരെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാൻ CPIയും CPMഉം. CPMന്റെയും CPIയുടെയും നേതാക്കൾ സന്ദീപ് വാര്യരുമായി പ്രാഥമിക ചർച്ച നടത്തിയതായാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇത്തരം വാർത്തകൾ അഭ്യൂഹങ്ങൾ മാത്രമാണെന്നും താൻ ഇപ്പോഴും BJPക്കാരനാണെന്നും സന്ദീപ് വാര്യർ പ്രതികരിച്ചു.
അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് സീറ്റ് വാഗ്ദാനവുമായാണ് CPI നേതൃത്വത്തിന്റെ ദൂതന്മാർ സന്ദീപ് വാര്യരെ സമീപിച്ചതെന്ന് വിശ്വസനീയ കേന്ദ്രങ്ങൾ പറയുന്നു. CPI സ്ഥിരം തോൽക്കുന്ന സീറ്റാണിത്. ഒറ്റപ്പാലത്തോട് ചേർന്നു കിടക്കുന്ന മണ്ഡലമായതിനാൽ സന്ദീപിന് മണ്ണാർക്കാടിനോട് താൽപ്പര്യമുണ്ടെന്ന് CPI കരുതുന്നു. ഇക്കാര്യത്തിൽ സന്ദീപിന്റെ മനസ്സറിഞ്ഞ ശേഷമായിരിക്കും തുടർ നീക്കങ്ങൾ. എന്നാൽ പദവി വാഗ്ദാനം ചെയ്ത് എതിർ പാർട്ടികളിൽ നിന്ന് ആളെ എടുക്കുന്ന രീതി CPIക്കില്ലെന്നാണ് ചില പ്രമുഖ നേതാക്കളുടെ പ്രതികരണം. 4 ലക്ഷം രൂപ ചെലവ്, 1500 പേരുടെ സാന്നിധ്യം, പൂജവിധികളോടെ കാറിന് സമാധി ഒരുക്കി ഗുജറാത്തിലെ കുടുംബം. കുടുംബത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവന്ന കാറിന് ആർഭാടമായി സമാധി ഒരുക്കി ഗുജറാത്തിലെ കുടുംബം. 12 വർഷം പഴക്കമുള്ള വാഗണാർ കാറിനെയാണ് വീട്ടുമുറ്റത്ത് നിരവധി പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ നടത്തിയ ചടങ്ങുകളോടെ സംസ്കരിച്ചത്. 4 ലക്ഷം രൂപ ചെലവിട്ടാണ് കാറിന്റെ സമാധി നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. കാറിന്റെ സംസ്കാര ചടങ്ങുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. ഗുജറാത്തിലെ അമ്രേലി ജില്ലയിൽ നടന്ന കാറിന്റെ സമാധിയിൽ 1500 പേരാണ് പങ്കെടുത്തത്. മത നേതാക്കളും ആത്മീയ നേതാക്കളും ഇതിൽ ഉണ്ടായിരുന്നു. സഞ്ജയ് പോളാരെ എന്നയാളും കുടുംബവുമാണ് കാറിന് ഗംഭീര സമാധി നൽകിയത്. എല്ലാവർക്കും മറക്കാനാകാത്ത ഓർമ്മയായി കാറിന്റെ സമാധി നിലനിൽക്കണമെന്ന ആഗ്രഹമെന്ന് സൂററ്റിന്റെ കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്ന പോളാര പറയുന്നു. 12 വർഷങ്ങൾക്ക് മുമ്പ് ഈ കാർ വാങ്ങിയതോടെയാണ് കുടുംബത്തിന് സൗഭാഗ്യം ലഭിച്ചത്. തുടർന്ന് ബിസിനസ്സിൽ വെച്ചടി കയറ്റമായിരുന്നു. അതുമാത്രമല്ല, സമൂഹത്തിൽ ഞങ്ങൾക്ക് ബഹുമാനവും ലഭിച്ചു. അതുകൊണ്ടാണ് കാർ വിൽക്കണ്ട, പകരം സംസ്കരിക്കാമെന്ന് തീരുമാനിച്ചതെന്നും പോളാരയുടെ കുടുംബത്തിലെ കൃഷിഭൂമിയിൽ 15 അടി താഴ്ചയിൽ നിർമ്മിച്ച കുഴിയിലാണ് കാർ അടക്കിയത്. കാറിന് മുകളിൽ നിരവധി പൂക്കൾ വെച്ച് അലങ്കരിച്ചിരുന്നു. വീട്ടിൽ നിന്നും സംസ്കാരം നടത്തുന്ന സ്ഥലത്തേക്ക് ഓടിച്ചുകൊണ്ടുവന്ന കാറിന് വീട്ടുകാർ വിട പറയുന്നതും വീഡിയോയിലുണ്ട്. പിന്നീട് പച്ച നിറത്തിലുള്ള തുണിയിൽ പൊതിഞ്ഞതിനു ശേഷം പൂജ നടത്തിയതിനു ശേഷമാണ് കാർ കുഴിച്ചു മൂടിയത്. എങ്കക്കാട് മാരാത്തൂന്ന് റെയിൽവേ ഗേറ്റുകൾ ഒഴിവാക്കി മേൽപ്പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ കൂട്ടായ്മ. എങ്കേക്കാട് മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റുകൾ ഒഴിവാക്കി മേൽപ്പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നവംബർ 10-ന് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചതിന് പിന്നാലെ മേൽപ്പാലത്തിന്റെ DPR നടപടികൾ ആരംഭിച്ചതായി സേവ്യർ ചിറ്റിലപ്പള്ളി MLA. ഞായറാഴ്ച രാവിലെ 10-ന് നടക്കുന്ന പ്രതിഷേധ കൂട്ടായ്മ സിദ്ധാർത്ഥ ഭരതനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിനിടെയാണ് MLAയുടെ വാർത്താക്കുറിപ്പ് ഇറങ്ങിയത്. റിപ്പോർട്ടർ ചാനൽ MD ആൻഡ് ഓഗസ്റ്റിൻ, തിരൂർ സതീശൻ എന്നിവർക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്തതായി ശോഭാ സുരേന്ദ്രൻ. റിപ്പോർട്ടർ ചാനൽ MD ആൻഡ് ഓഗസ്റ്റിൻ, തിരൂർ സതീശൻ എന്നിവർക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്തതായി ശോഭാ സുരേന്ദ്രൻ. താൻ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നുവെന്ന് വ്യാജ വാർത്ത സൃഷ്ടിച്ച് വേട്ടയാടാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചാണ് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ മാനനഷ്ട കേസ് കൊടുത്തിട്ടുള്ളത്. ചാനലിന്റെയും ആൻഡോയുടെയും നിയമാനുസൃതമല്ലാത്ത ഇടപാടുകൾക്കെതിരെ കേന്ദ്രത്തിന്റെ വിവിധ മന്ത്രാലയങ്ങളിൽ പരാതി നൽകിയതായി ശോഭാ സുരേന്ദ്രൻ അറിയിച്ചു. ഗുരുതരമായ ആരോപണത്താൽ ഏറെ മനസ്സ് വിഷമിച്ചു. ആത്മഹത്യ ചെയ്യാനുള്ള വേദനയുണ്ടായി. ആൻഡ് ഓഗസ്റ്റിന്റെ ആരോപണങ്ങൾക്ക് പ്രചാരം കൊടുക്കുന്നത് സർക്കാരിന്റെ PR ഏജൻസിയാണെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വരവൂരിൽ. LDFന്റെ വിജയം ജനം ആഗ്രഹിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചേലക്കര നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി UR പ്രദീപിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വരവൂരിൽ സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് LDF ഭരണമാണ്. തുടർ ഭരണം കേരളത്തിൽ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതിന്റെ തെളിവാണ് രാവിലെ തന്നെ പ്രായഭേദമന്യേ ജനങ്ങൾ ഒഴുകിയെത്താൻ കാരണമായതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പഴയ കിറ്റ് വിതരണം ചെയ്ത സംഭവം ഗുരുതര പ്രശ്നം, മേപ്പാടി പഞ്ചായത്തിനെ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി. ട്രോളി വിവാദത്തിൽ നിലപാട് വ്യക്തമാക്കി MV ഗോവിന്ദൻ. മുണ്ടക്കൈ ചൂരൽമലയിലെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ദൂർത്തിൽ കളക്ടറോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു K രാജൻ. ദുരന്തബാധിതർക്ക് പഴകിയ അരി വിതരണം ചെയ്ത സംഭവത്തിൽ കർശന നടപടി ഉണ്ടാകണമെന്ന് കൃഷിമന്ത്രി P പ്രസാദ്. PP ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചതിനെതിരെ ADM നവീൻ ബാബുവിന്റെ കുടുംബം. BJP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് K സുരേന്ദ്രനെ നീക്കും. ഇതോടുകൂടി വാർത്താ പ്രചരണം അവസാനിച്ചു. നന്ദി, നമസ്കാരം.